ഫ്ലേവേഴ്സ് കമ്പൈൽഡിൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ബിരിയാണി റെസിപ്പിയാണ്. എഗ് ബിരിയാണി. വളരെ സിമ്പിളായിട്ടും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പ്രഷർ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് കാണിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം 4 മുട്ട പുഴുങ്ങിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുഴുങ്ങുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടി വെക്കണം. അതിനുശേഷം മുട്ടയുടെ തൊണ്ട് കളഞ്ഞ് വെക്കുക. ഇനി അടുത്തത് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ളത് വറുത്തെടുക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചൂടാക്കുക. ഇത് ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഒരു 20 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അടുത്തത് ഏകദേശം ഒരു 20 കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിലാണ് വറുക്കേണ്ടത്. അതൊന്ന് വീർത്ത് കളർ മാറി തുടങ്ങുന്നത് വരെ വറുക്കാം. ഇനി ഒരു സവാള കട്ടി കുറച്ച് അരിഞ്ഞത് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അത് വറുത്ത് കോരണം. ഇനി ഇത് നെയ്യിലാണ് വറുക്കുന്നതെങ്കിൽ പ്രഷർ കുക്കറിൽ തന്നെ വറുത്തെടുത്താലും മതി. ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് വേറെ പാൻ എടുത്തത്. ഇതെല്ലാം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് മുട്ട ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. കാരണം ചൂട് കൂടുമ്പോൾ പുഴുങ്ങിയ മുട്ട ചെറുതായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. മുട്ടയുടെ നിറം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ മുട്ട കോരി മാറ്റി വെക്കാം. ഇത് 2 കപ്പ് ജീരകശാല അരിയാണ്. ഇത് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ജീരകശാല അരിക്ക് പകരം ബസ്മതി അരിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പ്രഷർ കുക്കറിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 തക്കോലം, കറുവപ്പട്ടയുടെ ഇല 2 എണ്ണം, ഇത്രയും ചേർത്ത് ഒന്ന് വറക്കുക. ഇനി അതിലേക്ക് 3 മീഡിയം സൈസ്ഡ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും അല്പം ഉപ്പ് ചേർത്ത് വഴറ്റാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. സവാള വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി നന്നായി വഴന്നു കഴിഞ്ഞ് അതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിന ഇലയും ചേർത്ത് ഇളക്കാം. അടുത്തത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക.
ഓപ്ഷണലായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് 1/4 കപ്പ് കട്ടയില്ലാത്ത തൈര് ചേർത്തിളക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ മിക്സാക്കി 1 മിനിറ്റെങ്കിലും ഒന്ന് ലൈറ്റായി വറക്കുക. അടുത്തത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ മൊത്തം 3 കപ്പ് പച്ചവെള്ളം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കണം. ഏകദേശം 1-1.25 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഇനി ഇതിന് മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ പ്രഷർ മുഴുവനും കളഞ്ഞിട്ട് കുക്കർ തുറക്കാവുന്നതാണ്. ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവി കുറച്ച് പുറത്തു പോകാനാണിത്, അല്ലെങ്കിൽ ബിരിയാണി വെന്ത് കുഴഞ്ഞു പോകും. അവസാനമായി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂനട്ടും കിസ്മിസും കൊണ്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ സമയം കുറവ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് കമ്പൈൽഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ നിങ്ങളുടെ പോസ്റ്റ് ടാഗ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ഫ്ലേവേഴ്സ് കമ്പൈൽഡിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.